കൊള്ളായിരുന്നു. നല്ലൊരു സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം, VFXും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറം നല്ലൊരു ഹൊറർ മൂഡും എല്ലാ രീതിയിലും പക്കയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, തിയേറ്റർ തന്നെ കാണേണ്ട പടം. ആ ഒരു ഇത് ഏലിയൻ്റെ ആ ഒരു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ പോകുന്നുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടും നല്ലോണം എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സ് വീണ്ടും നല്ലോണം എൻഗേജിങ്, നല്ല പടമാണ്. വിഷ്വലൊക്കെ അടിപൊളിയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു നല്ല തിയേറ്ററിൽ നിന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. വർത്താണ്, കാണുന്നതിൽ വർത്താണ്. എടുത്തു പറയത്തൊക്കെ ക്ലൈമാക്സ് സീൻ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അല്ലാതെ വേറൊരാളും കൂടി വരുന്നുണ്ട്, അത് സസ്പെൻസാണ്. നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുതിയ സ്റ്റോറി ലൈനായിരുന്നു. നേരത്തെ ഏലിയൻ മൂവിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പണ്ടത്തെ ഫ്രാഞ്ചൈസിൻ്റെ ഒക്കെ കുറച്ച് നോടൊക്കെ ഉണ്ട്, പിന്നെ കൊള്ളാം, ഒരുവിധം നല്ല മൂവിയാണ്. സെക്കൻഡ് ഹാഫ് വന്നപ്പം എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കവനൻറ്റിൻ്റെ വെച്ച് നോക്കുമ്പം ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. അവസാനത്തെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ കൊള്ളായിരുന്നു, വിഷ്വലി അമേസിങ്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഏലിയൻ 1ഉം ഏലിയൻ 2ൻ്റെ ബിറ്റ്വീനിൽ നടക്കുന്ന ഒരു ടൈം ലൈനാണ്. സ്റ്റോറി വൈസ് കുഴപ്പമില്ല, പക്ഷേ ആ ക്ലൈമാക്സ് ആണ് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ്, ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പേടിക്കാനുള്ള കുറേ എലമെൻസൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ക്ലാസിക് ആ ഒരു ഫീലുണ്ട്, 80s ആ ഏലിയൻ 1ലുള്ള ആ ഒരു വൈബൊക്കെ നമുക്ക് തോന്നും കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ട്രാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ ക്ലാസിക്കിൻ്റെ ഒരു ഫീലുണ്ട്. പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് ആ ഒരു വൈബൊക്കെ പോയ ഒരു ഫീല്. പിന്നെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമാക്സ് ആണ് എനിക്കിത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. വിഷ്വലൊക്കെ അടിപൊളി, മൈൻഡ് ബ്ലോയിങ്, തിയേറ്റർ എക്സ്പീരിയൻസൊക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല. ഒന്നും കൂടെ ഒന്ന് IMAX കാണണമെന്ന് എനിക്കുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും പോയി കാണും. വേർത്താണ്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിലും ആ ക്ലൈമാക്സിലും മാത്രമേ ഉള്ളൂ. ഒരു പുതിയൊരു ക്രീച്ചർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും പക്ഷെ അത് ശരിയാകണില്ല. അത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അവസാന ക്ലൈമാക്സ് കൊള്ളായിരുന്നു. കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. വിഷ്വലൊക്കെ കൊള്ളാം, നല്ല പടം.